everyone, this is Vishnu and I am a psychology student. So, in this video, let's talk about psychology and its importance in our lives. This video is mostly in Malayalam, so to my non Malayali friends, please refer to the subtitles given below. Vishnu, എന്തൊക്കെയാ? ഓ സുഖം. നീ എന്തായിരുന്നു പഠിക്കണേ? ഞാൻ BSc സൈക്കോളജി. ഓ സൈക്കോളജിയോ? എൻ്റെ മനസ്സൊന്നും വായിച്ചേക്കല്ലേ? അല്ല നീ പറ, ഞാനിപ്പോൾ എന്താ ആലോചിക്കുന്നത്? അയ്യോ അത് അങ്ങനെയല്ല. ഓ മനസ്സിലായി. എന്ത് മനസ്സിലായി? നീ മറ്റേ ഭ്രാന്തുള്ളവരെയും മാത്രമല്ലേ നോക്ക്. According to National Mental Health Survey, 1 out of 20 people in India suffer from depression. Now, this is of survey 2015 and 16, before COVID. After COVID, 25% raise was there in this number. Everyone has different problems in their lives. ഓരോരുത്തർക്കും പല പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൻ്റെ അകത്ത്. എന്നാൽ ഈ ജീവിതത്തിൻ്റെ അകത്തൊക്കെ സ്ട്രെസ് ഫുള്ള് നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പറയുമ്പോൾ സെയിം റിപ്ലൈ ആണ് ഏകദേശം എല്ലാവരുടെ അടുത്ത് നിന്നും കിട്ടുന്നത്. അതെ, സൈക്കോളജിസ്റ്റിനെ കാണാൻ നിങ്ങൾക്ക് എന്താ ഭ്രാന്താ? ഭ്രാന്തുള്ളവർ മാത്രമല്ല സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഓക്കെ, സോ നിങ്ങൾക്കൊരു ചെറിയ തലവേദന ഉണ്ട്. ആ തലവേദന കാരണം നിങ്ങളൊരു നോർമൽ ജനറൽ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുന്നു. ആ ജനറൽ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ജനറൽ ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചതിന് ശേഷം പറയും അത് കാലാവസ്ഥ എന്താണ്. ഓക്കെ, സോ യു വിൽ ബി ലൈക്ക് ഓക്കെ ഐ എം ഫൈൻ, എന്നിട്ട് നിങ്ങൾ സമാധാനിക്കും അല്ലേ? ദ സെയിം ഈസ് വിത്ത് ദ സൈക്കോളജിസ്റ്റ്. യു ഹാവ് യുവർ ഓൺ ടെൻഷൻസ്, യുവർ സ്ട്രെസ്. നിങ്ങൾ സ്ട്രെസ്സായിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യുന്നു. സൈക്കോളജിസ്റ്റ് അതിനനുസരിച്ചുള്ള തെറാപ്പി തരുന്നു. യു ആർ ഫൈൻ. നൗ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ സൈക്കോളജിസ്റ്റ് ആൻഡ് എ സൈക്യാട്രിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ നിങ്ങൾ ആ ഡോക്ടറെ അടുത്ത് പോയി നിങ്ങളുടെ തലവേദന പറഞ്ഞു. അയാൾ കാലാവസ്ഥയാണെന്ന് പറഞ്ഞു. അത് കാരണമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാറില്ല. നിങ്ങൾ കുറച്ച് മരുന്ന് തന്നു, എന്നിട്ടും നിങ്ങൾക്ക് മാറുന്നില്ല. സോ ദ ഡോക്ടർ റെഫേഴ്സ് ടു അനദർ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടും. നിങ്ങൾ അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ചോളൂ. സോ യു ഗോ ടു ദാറ്റ് ഹോസ്പിറ്റൽ. നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ തലേൻ്റെ അകത്ത് ബ്ലഡ് ക്ലോട്ടാണ്. ദാറ്റ്സ് വൈ യു ഹാവിങ് ഹെഡേക്സ്. ഓക്കെ, സോ ഇറ്റ്സ് എ സീരിയസ് ഡിസീസ് ആൻഡ് ഫോർ ദാറ്റ് യു നീഡ് മെഡിക്കേഷൻസ് ആൻഡ് ഓപ്പറേഷൻസ്, റൈറ്റ്? അപ്പോൾ ആ മെഡിക്കേഷൻ കിട്ടണമെങ്കിലും നിങ്ങൾക്ക് അതിനെക്കാട്ടി ഹയർ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ഈ ജനറൽ ഡോക്ടർ പറഞ്ഞയക്കുന്നു അല്ലേ? ദ സെയിം കേസസ് വിത്ത് സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കാട്രിസ്റ്റ്. ഓക്കെ, സോ നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. യു ടെൽ യുവർ സ്ട്രെസ്. ഓക്കെ, സോ ഹി ഗിവ്സ് യു തെറാപ്പി. എന്നിട്ടും നിങ്ങൾക്ക് ഡിഫറൻസ് കാണുന്നില്ല. സോ ഈ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്കൊരു സൈക്യാട്രിസ്റ്റിനെ റെഫർ ചെയ്ത് തരും. ഈ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ സൈക്യാട്രിസ്റ്റ് വിൽ റൈറ്റ് യു മെഡിക്കേഷൻസ്. The basic difference between a psychologist and a psychiatrist is that സൈക്യാട്രിസ്റ്റുകൾക്ക് MBBS കഴിഞ്ഞതിന് ശേഷമാണ് സൈക്കോളജി MD എടുക്കുന്നത്. അതായത് അവർ MBBS നോർമൽ ഡോക്ടറിൻ്റെ ഡിഗ്രി ഫോർ മെഡിക്കേഷൻ എടുത്തതിന് ശേഷമാണ് അവർ MD ഇൻ സൈക്കോളജി ചെയ്യുന്നത്. സോ ബേസിക്കലി അവരുടെ ഫീൽഡിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ് അല്ലെങ്കിൽ സീരിയൽ ഇൽനെസ്സിനെ മെഡിക്കേഷൻ്റെ ത്രൂ മാറ്റുക എന്നുള്ളതാണ്. വേറാസ് സൈക്കോളജിസ്റ്റ് നമുക്ക് ടോക്ക് തെറാപ്പിയാണ് ചെയ്യുന്നത്. നമ്മളോട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള തെറാപ്പി തരാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ നമ്മൾ സെൽഫ് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതിന് പലതരം തകരാറുണ്ട്. ആൻഡ് ബൈ ദാറ്റ് ഐ മീൻ യൂട്യൂബ് വീഡിയോസ്. യെസ്, ദർ ആർ ലോട്ട് ഓഫ് യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ. അതിൻ്റെ അകത്ത് പലതും പല വിധത്തിലാണുള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. യൂട്യൂബിൽ ഇഷ്ടം പോലെ ഫാക്ട്സ് ആൻഡ് സയൻസ് ഒക്കെ ഉണ്ട്, ലൈക്ക് ദീസ് ടു. അത് കഴിഞ്ഞാൽ വരുന്നതാണ് മാനിപ്പുലേറ്റീവ് സ്റ്റഫ് ലൈക്ക് ദീസ്. ആൻഡ് അറ്റ് ലാസ്റ്റ് വൾഗർ തിങ്സ് ലൈക്ക് ദീസ്. സോ ഇഫ് ദിസ് ഈസ് നോട്ട് സൈക്കോളജി, then what is psychology and who is a psychologist again, right? So, well, according to the bookish language, it is the scientific study of mind and the way that people behave. That's simple, right? And as for psychologist or psychiatrist, let's take an example again. Okay, അപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, ദർ ഇസ് ഹാർഡ്വെയർ ആൻഡ് ദെൻ ദർ ഇസ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് പോവുക.
you go to software engineer, right? So let's compare this example with our body, okay? So this hardware is our brain, okay? The software is our mind. അപ്പോൾ ഈ മൈൻഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ when your mind is messy, you go to a psychologist. So basically psychologists are your software engineers. So to conclude, psychology is not a tool for manipulating others, okay? It's the key to understand ourselves and others. If you like this video, share your thoughts in the comment section and do share it with your loved ones. Thank you. Do subscribe to the channel for more such videos. മാടമ്പിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. ആ രോഗി നിന്റെയൊക്കെ എങ്ങനെയാണ്?